സംസ്ഥാനത്തെ റോഡുകളിലെ അറ്റകുറ്റപ്പണികൾക്ക് സ്ഥിരം കരാർ ഏർപ്പെടുത്തിയ പൊതുമരാമത്ത് വകുപ്പിന്റെ റണ്ണിംഗ് കോൺട്രാക്ട് പദ്ധതി വിജയം. റോഡ് തകർന്ന ശേഷം പണിയുന്ന രീതിക്ക് പകരം തകരാതെ സംരക്ഷിക്കാനുള്ള ചുമതല കരാറുകാരെ ഏൽപ്പിച്ചതോടെ അറ്റകുറ്റപ്പണികൾ വേഗത്തിലായി. റോഡിൽ കുഴികൾ വന്നതിനു ശേഷം കരാറുകാരെ കണ്ടെത്തി അറ്റകുറ്റപ്പണി ചെയ്യുന്ന രീതിക്ക് മാറ്റം വരുത്തിയാണ് റണ്ണിംഗ് കോൺട്രാക്ട് പദ്ധതി പൊതുമരാമത്ത് വകുപ്പ് നടപ്പിലാക്കിയത്. ഇതുപ്രകാരം റോഡുകളുടെ പരിപാലന ചുമതല ഒരു കരാറുകാരന് നിശ്ചിത കാലയളവിലേക്ക് നൽകും. മഴക്കാലത്ത് കുഴികൾ അടക്കാനും കുഴികൾ വരാതെ റോഡിനെ സംരക്ഷിക്കാനുമുള്ള പ്രിവെന്റീവ് മെയിൻ്റനൻസ് ഉൾപ്പെടെ ഇതിൻ്റെ ഭാഗമായി. ഇതോടെ നിർമ്മിച്ച റോഡുകളിൽ പെട്ടെന്ന് കുഴികൾ ഉണ്ടാകുന്നത് ഒഴിവായി. റോഡുകളുടെ നിലവാരം മെച്ചപ്പെട്ടതോടെ യാത്രക്കാർക്കും സന്തോഷം. മുമ്പൊക്കെ ആണെങ്കിൽ ഈ ടെൻഡർ വിളിച്ച് പാസ്സാക്കി വരേണ്ട ആവശ്യമുണ്ട്. ഇതിപ്പം പുതിയൊരു നിയമം വന്നതിന് ശേഷം 5 വർഷം ആ മെയിൻറ്റെയിൻ ചെയ്യേണ്ട കടമ കോൺട്രാക്റ്റുകാരനാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഓര് തന്നെ നോക്കി ചെയ്യേണ്ട ഇത് വരുന്നുണ്ട്. മാസങ്ങളോളം പൊളിഞ്ഞ് കിടന്ന് പിന്നെ അത് വന്ന് കുഴി അടയ്ക്കേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ മെഡിക്കൽ കോളേജിലായാലും ഇപ്പോൾ ഒരു കുഴി എന്നുണ്ടെങ്കിൽ ഒന്ന് അടച്ചു പോകുന്ന ഒരു സ്ഥിതി ഇപ്പോൾ നിലവിലുണ്ട്. സംസ്ഥാനത്തെ പൊതുമരാമത്ത് റോഡുകളിൽ 20,000 കിലോമീറ്ററും ഇപ്പോൾ റണ്ണിംഗ് കോൺട്രാക്റ്റിന് കീഴിലാണ്. പദ്ധതി നടപ്പാക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ IAS ഉദ്യോഗസ്ഥരുടെയും എഞ്ചിനീയർമാരുടെയും നേതൃത്വത്തിൽ സ്പെഷ്യൽ ഇൻസ്പെക്ഷൻ ടീമും രംഗത്തുണ്ട്. നിർമ്മിക്കുന്ന റോഡുകൾക്ക് നിശ്ചിത കാലയളവിലെ പരിപാലനം കൂടി ഉൾപ്പെടുത്തി കരാർ നൽകുന്ന രീതി കൂടി നടപ്പിലായതോടെ സംസ്ഥാനത്തെ പൊതുമരാമത്ത് റോഡുകളുടെ നിലവാരം ഉയർന്നു. റോഡുകളുടെ ആയുസ് വർദ്ധിപ്പിക്കാനും പൊതുജനങ്ങളുടെ യാത്ര സുഗമമാക്കാനും പുതിയ സംവിധാനം വഴി കഴിയുമെന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. പൊതുജന പങ്കാളിത്തവും കൃത്യമായ പരിശോധനയും വഴി റോഡ് പരിപാലന രംഗത്ത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയുമെന്നും സർക്കാർ പ്രതീക്ഷിക്കുന്നുണ്ട്. ക്യാമറ പേഴ്സൺ ജിജേഷ് KS-നൊപ്പം T. അനീസ് അലി, മീഡിയ 1, കോഴിക്കോട്.